പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തലിന് തയ്യാറായതെന്നും ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ മോദി വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാത്തത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ചോദ്യം. ദേശീയ അന്തർദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ അമേരിക്കയുടെ അവകാശവാദത്തിലാണ് അല്പം വൈകിയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ മറുപടി. ഇന്ത്യ പാക് വെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ല. വെടിനിർത്തലിന് തയ്യാറായത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചു മാത്രമാണെന്നും G7 ഉച്ചകോടിക്കിടെ ട്രംപുമായി നടത്തിയ 35 മിനിറ്റ് ഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടേണ്ടതില്ലെന്ന നിലപാടും മോദി വ്യക്തമാക്കി. भारत के मुंहतोड़ जवाब के कारण पाकिस्तान को भारत से सैन्य कार्रवाई रोकने का आग्रह करना पड़ा. प्रधानमंत्री मोदी ने राष्ट्रपति ट्रंप को स्पष्ट रूप से कहा कि इस पूरे घटनाक्रम के दौरान कभी भी किसी भी स्तर पर भारत अमेरिका ट्रेड डील या अमेरिका द्वारा भारत और पाकिस्तान के बीच मध्यस्थता जैसे विषयों पर बात नहीं हुई थी. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ നടത്തിയ കൃത്യമായ ആസൂത്രണത്തെക്കുറിച്ചും മോദി ട്രംപിനെ ധരിപ്പിച്ചു. എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളെയും യുദ്ധമായി തന്നെയാണ് രാജ്യം കാണുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും മോദി പറഞ്ഞു. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരു നേതാക്കളും സംസാരിക്കുന്നത്. ഇന്ത്യ വേദിയാകുന്ന ക്വാഡ് സമ്മേളനത്തിലേക്കുള്ള മോദിയുടെ ക്ഷണം ട്രംപ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ 37 ദിവസത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കാത്തതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. There is a direct link between the inflammatory, incendiary and provocative remarks made by Field Marshal Asim Munir and the April 22nd Pahalgam terror attacks. And this very man is invited for a lunch by President Trump in the White House. This is a setback for Indian diplomacy. Prime Minister could have directly could have spoken to the people, spoken to the Parliament, explaining what exactly happened. Why Prime Minister has not uttered a word here? Why he has not opened his mouth here? This is what we are asking. വരും ദിവസങ്ങളിലും മോദി ട്രംപ് ഫോൺ സംഭാഷണം രാഷ്ട്രീയമായി ഉന്നയിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.